ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് എൻ്റെ ജീവിതത്തിലൊരു വളരെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിച്ച ദിവസമാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ചെയ്തൊരു വർക്കാണ്. കാരണം എനിക്ക് പല കാര്യങ്ങളിലും ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം നേരിടാറുണ്ട്. കൂടുതലായിട്ടും ഇങ്ങനെ തയ്ക്കാൻ വേണ്ടിയൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊരു തോട്ട് എനിക്ക് വരാറുണ്ട്. കാരണം ഒന്നെന്ന് പറയുന്നത് എനിക്ക് ചെറിയൊരു വിറയലുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ഇമ്പോർട്ടൻ്റായിട്ട് ചെയ്യാനിരിക്കുമ്പോൾ മാത്രം കൈ കിടുകിടാ വിറയ്ക്കാൻ തുടങ്ങും. ഞാൻ തന്നെ എന്നെ കളിയാക്കിയിട്ട് ഞാൻ തന്നെ എഴുന്നേറ്റ് പോകാറാണ് പതിവ്. പക്ഷേ ഇത് ചെയ്യാനിരുന്നപ്പോൾ മാത്രം ഞാൻ തളരാതെ ഞാൻ മുന്നോട്ട് എന്ത് വന്നാലും ചെയ്യുമെന്നുള്ള രീതിയിലിരുന്നു. ചെറിയ വിറയലൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ കാര്യമായിട്ട് എടുത്തില്ല. ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്ത ഒരു സംഭവമാണിത്. ഇത് വലിയ കാര്യമൊന്നുമില്ല, ഇത് ബിഗിനിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. ഓരോരോ വീഡിയോസും അതും ഇതെല്ലാം റെഫർ ചെയ്ത് ഞാനൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. എനിക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ മടി തന്നെയാണ് കേട്ടോ മെയിൻ കാര്യം. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തടസ്സം ആ ടൈമിൽ വരും. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ല. എന്ത് ചെയ്യാനിരുന്നാലും ഇതാണല്ലോ അവസ്ഥ എന്നാലോചിച്ച് പിന്നെ ഒന്നും ചെയ്യാനിരിക്കില്ല. ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇൻസ്പയർ ആയിട്ട് അത് ചെയ്താലോ എന്ന് വിചാരിച്ച് ഞാൻ ടൗണിലോട്ടൊക്കെ പോകുമ്പം അതിന് പറ്റിയ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ. അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ട് വന്നിട്ട് അത് സൂക്ഷിച്ച് വെക്കും. 1 മാസം 2 മാസമൊക്കെ അതിങ്ങനെ വെറുതെ ഇരിക്കും. ചെയ്ത് നോക്കും, അറ്റംപ്റ്റ് ഫെയിലാകും, പിന്നെ അതിൽ തൊടില്ല. അങ്ങനെ വെച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ആദ്യത്തെ അറ്റംപ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ആദ്യം ഒരെണ്ണം ചെയ്തു, അത് നൈസായിട്ടൊന്ന് പാളിപ്പോയി. അത് നമ്മളിത് ബേസിക്കായിട്ട് പഠിച്ച് ഞാൻ ചെയ്തതല്ല. ഞാൻ ഓരോന്ന് പഠിച്ചല്ല ചെയ്തത്. ജസ്റ്റ് ഓരോന്ന് കണ്ടിട്ട് അതെങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കി ചെയ്യാണ്. അങ്ങനെ ചെയ്തു വന്നതുകൊണ്ട് നൈസായിട്ടൊന്ന് പാളിപ്പോയി. പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞാണ് ഇത് ചെയ്യാൻ വേണ്ടിയിരുന്നത്. കാരണം മടി, ആദ്യം ചെയ്തത് പോയല്ലോ എന്നുള്ള രീതിയിൽ മടിയായതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്യാൻ 2 ദിവസത്തെ ഗ്യാപ്പ്. പിന്നെ ഇത് ചെയ്യാൻ ഞാൻ ഒറ്റ ഇരിപ്പങ്ങ് ഇരിക്കുമായിരുന്നു. ഞാൻ പിന്നെ അവിടെ നിന്ന് അനങ്ങിയില്ല. എന്ത് വന്നാലും ചെയ്തിട്ടേ എണീക്കൂ എന്നുള്ളൊരു രീതിയിൽ ഞാൻ ഇരുന്ന് ചെയ്തൊരിതാണ്. അവിടെയും ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടു. ഞാൻ ആദ്യമായിട്ട് ഇതിനു വേണ്ടി കുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നൂലിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ അത്രയും ശ്രദ്ധയോടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം കൂടെ അങ്ങ് കുരുങ്ങിക്കഴിഞ്ഞാൽ ആകെ ഭ്രാന്ത് പിടിക്കും. അങ്ങനെ കുറേ ഭ്രാന്തൊക്കെ പിടിച്ചു. പക്ഷേ ഞാൻ എന്തായാലും ചെയ്ത് പോയാലും നന്നായാലും എല്ലാം ഞാൻ ചെയ്ത് തീർത്തിട്ടേ എഴുന്നേക്കൂ എന്നുള്ളൊരു മനസ്സിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഞാനിരുന്നു. അതുപോലെ ഞാൻ നേരിട്ട വേറൊരു പ്രശ്നമാണ്, എൻ്റെ കയ്യിൽ 2 കളറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം വിചാരിച്ചു 2 കളറിട്ട് 3 എണ്ണം ചെയ്യാം എന്ന് വിചാരിച്ചു. എങ്കിലും എനിക്കൊരു വല്ലായിക. ഞാൻ ആദ്യമായിട്ട് ചെയ്യുമല്ലേ, എല്ലാത്തിലും 3 കളറൊക്കെയാണ് കണ്ടത്. അതാണ് സത്യം. വേറെ വീഡിയോസിലൊക്കെ 3 കളറ് കണ്ടു. അപ്പോൾ ഞാൻ വൂളൻ നൂലുണ്ടായിരുന്നു, അപ്പോൾ അത് കട്ട് ചെയ്ത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ പർപ്പിൾ കളറ് ഫ്ലവർ ചെയ്തിരിക്കുന്നത്. അതാദ്യം ഞാൻ വിചാരിച്ചു അയ്യോ കൊള്ളത്തില്ല, ഇത് എന്തായത് ഇങ്ങനെ ഒരുമാതിരിയൊക്കെ ഇരുന്നു. പിന്നെ എനിക്ക് കണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് കുഴപ്പമില്ല, നല്ലതാണ് തോന്നി. ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് തുടക്കക്കാരി എന്ന നിലയ്ക്ക് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനിയും തുടക്കം മാത്രമല്ല, പിന്നെ തെറ്റാൻ സാധ്യതകളൊക്കെ ഉണ്ട്, അതും നിങ്ങളങ്ങ് ക്ഷമിക്കുക. അതുപോലെ ഞാൻ ഫേസ് ചെയ്ത വേറൊരു പ്രശ്നമാണ്, എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മടിയാണത്. പിന്നെ എൻ്റെ ശബ്ദം, എനിക്ക് തീരെ താല്പര്യമില്ല എൻ്റെ ശബ്ദത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ
നമ്മൾ വോയിസൊക്കെ അയക്കുമ്പോൾ ഞാനൊന്നെങ്കിൽ അത് എടുത്ത് കേൾക്കും, അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ അടുത്തിരുന്ന് ഞാൻ അയച്ചത് കേൾക്കുമ്പോഴൊക്കെ ഞാൻ അയ്യോ എൻ്റെ ശബ്ദം എന്താ ഇങ്ങനെ കുഞ്ഞു പിള്ളേരുടെ ശബ്ദം പോലെ എന്നൊക്കെ എനിക്ക് തന്നെ ഒരു മൈൻഡിലൊരു ഇത് കയറിക്കൂടി. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോഴും അതും അങ്ങനെ ആകുമോ എന്നൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാനൊരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ ചെയ്തു. ഒരു 2 മിനിറ്റ് പോലും ചെയ്തില്ല. എന്നിട്ട് ഞാനങ്ങത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. എനിക്കെന്തോ മടി തോന്നി, എനിക്ക് തീരെ താല്പര്യമില്ലാത്ത തോന്നി. ആ വീഡിയോ ഞാൻ പിന്നെ എഡിറ്റ് ചെയ്തില്ല. ഞാനങ്ങനെ അത് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം എങ്ങാണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ എടുക്കുന്നത്. എടുത്ത സമയത്ത് ഞാൻ ജസ്റ്റ് ചെയ്ത് വെച്ചിടം വരെ ഒന്ന് നോക്കിയപ്പോൾ എൻ്റെ ശബ്ദം എനിക്ക് കേട്ടിട്ട് ഓക്കെ ഇത് ഞാൻ തന്നെയാണോ പറഞ്ഞത് എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ കൊള്ളാമല്ലോ, ഞാൻ വിചാരിച്ച പോലെയല്ല, വോയിസ് അയക്കുന്ന സമയത്തുള്ള ആ ഒരു ശബ്ദമേ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെന്താ എനിക്ക് ചെയ്താൽ, ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്തു, നീ ചെയ്തു നല്ലതാ എന്ന് ഞാൻ തന്നെ എന്നോട് തന്നെ പറഞ്ഞു. അതൊരു വലിയ മോട്ടിവേഷൻ ആയിരുന്നു എനിക്ക്. ഞാനങ്ങനെ ആ വീഡിയോ എഡിറ്റ് ചെയ്തു, പോസ്റ്റ് ചെയ്തു. രണ്ടാമത് ഈ വീഡിയോ ചെയ്യാനിരുന്നപ്പോഴും നമ്മൾ ആദ്യം ചെയ്ത് കഴിഞ്ഞ് ഒരു തവണ കേൾക്കുമ്പോൾ കുഴപ്പമില്ല, റിപ്പീറ്റ് ചെയ്ത് 2-3 തവണ കേൾക്കുമ്പോഴാണ് ഒരു തോട്ട് വരും, അയ്യോ കുളമായോ, ശരിയായില്ലേ. ഇങ്ങനെ പല തോട്ടുകൾ വരുമ്പോൾ നമുക്ക് പിന്നെ ചെയ്യാൻ തോന്നില്ല. നമുക്കെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ചെയ്യാൻ തോന്നില്ല. എൻ്റെ ഒരു മെയിൻ പ്രശ്നം അതാണ്. 2 തവണ കൂടുതൽ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ അയ്യോ അത് തെറ്റിയോ, കൊള്ളത്തില്ലേ, കുളവായോ, ചളവായോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് പോലും ഞാൻ വോയിസ് ഓവർ ഒരു ദിവസത്തിൻ്റെ പാതി സമയം എടുത്താണ് കൊടുക്കുന്നത്. വോയിസ് ഓവർ മാത്രം എഡിറ്റൊക്കെ ചെയ്ത് വെച്ചു, വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തിൻ്റെ പാതി എടുക്കുന്നുണ്ട്. കാരണം എന്താ പറയണ്ടേ, എങ്ങനെയാ പറയണ്ടേ, ഞാൻ പറയുന്നത് തെറ്റുമോ, ഇങ്ങനെയുള്ള ഓരോ പേടികളാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ചെയ്യാം, എന്തായാലും ചെയ്തിടാം. നമ്മൾ ഓരോന്ന് ചെയ്ത് തുടങ്ങുമ്പോഴാണല്ലോ അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നമുക്കത് തിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻസ് ഇട്ടിരുന്നാൽ മതി, ഞാൻ നന്നായിക്കോളാം. അത് നെഗറ്റീവായിട്ടൊന്നും എടുത്ത് പറയരുത്, നല്ല രീതിക്ക് പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ടങ്ങ് നന്നായിക്കോളാം. എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ ചെയ്യാനിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ ആരോടും അഭിപ്രായം ചോദിക്കരുത്. അഭിപ്രായം ചോദിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരാളോട് ചോദിച്ചു, അയാളുടെ അഭിപ്രായം നമുക്ക് ഫേവറബിളായിട്ടില്ല, അപ്പോൾ നമ്മൾ അടുത്ത ആളെടുത്ത് ചോദിക്കും. അങ്ങനെ 2-3 പേരെടുത്ത് ചോദിക്കുമ്പോൾ 2-3 അഭിപ്രായമായി. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. നമ്മൾ ചെയ്യാൻ തുടങ്ങിയ കാര്യം അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിൽ നിൽക്കാതിരിക്കുക, അതാണ് നല്ലത്. അതുപോലെ ഈ വർക്കിലേക്ക് വരാം. ഇനി ഈ നടുക്ക് മഞ്ഞ സംഭവമില്ലേ, എന്തോ സംഭവം എന്ന് വെച്ചാൽ ആ സംഭവം തന്നെ, ആ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ പിടുത്തമില്ല. ഞാൻ വീഡിയോസൊക്കെ നോക്കി, ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ വീഡിയോസും ഷോർട്സും ഒക്കെ നോക്കി. എനിക്ക് മനസ്സിലാവാത്തതാണോ അതോ ഞാൻ ശ്രദ്ധിക്കാത്തതാണോ എന്നറിയില്ല, ശരിയായില്ല. പിന്നെയും ചെയ്ത് നോക്കി, ശരിയായില്ല. ഞാനങ്ങനെ 2-3 വട്ടം ഈ സംഭവം മാറ്റി വെച്ചിട്ട് വേറെ ഒരു തുണിയെടുത്ത് അതിൽ ചെയ്ത് പഠിച്ചു, ശരിയായില്ല. അങ്ങനെ പിന്നെ 2-3 വട്ടം കുത്തിയിരുന്ന് ചെയ്ത് ഒരെണ്ണം ശരിയായി. പിന്നെ ആ രീതിയിൽ ചെയ്തു നോക്കാൻ തുടങ്ങി, അപ്പം ശരിയായി. അതുകൊണ്ട് തന്നെ ആദ്യത്തേത് വളരെ ഫ്ലോപ്പായിരുന്നു. ഭാഗ്യത്തിന് ഈ തുണി ചെയ്ത് നോക്കാത്തത് കൊണ്ട് ഇതിലതൊന്നും വന്നില്ല. എന്തായാലും അതിസാഹസികമായി, ഞാനെന്ന നിലയിൽ അതിസാഹസികമായി ഞാൻ ആ വർക്ക് ചെയ്ത് തീർത്തു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാനത് ചെയ്ത് തീർക്കും എന്നുള്ളത്. പക്ഷേ എന്തോ ഞാൻ ചെയ്ത് തീർത്തപ്പോൾ എനിക്ക് എന്തൊന്നുമില്ലാത്ത സന്തോഷമായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്ത് തീർക്കുന്നത്. വേറെ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്ത് ചെയ്താലും അതിനൊരു പെർഫെക്ഷനായിട്ട് കിട്ടത്തില്ല. ഇതും പെർഫെക്റ്റ് ആയെന്നൊന്നുമല്ല, നിങ്ങളങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട. എങ്കിലും എനിക്ക് ഒരു മനസ്സമാധാനം, കൊള്ളാം, നല്ലൊരു പിക്ചർ
ഞാൻ ചെയ്തതാണ്, അതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ചെയ്തതാണ് എന്നുള്ളത്. പിന്നെ എനിക്കറിയാം നിങ്ങളെ എൻ്റെ സംസാരം വളരെ ബോറടിപ്പിച്ച് കാണും. അത് നിങ്ങളുടെ സാങ്കല്പികം മാത്രമാണ്. നിങ്ങൾക്കത് ബോറടിച്ചിട്ടുണ്ടാകത്തില്ല. നിങ്ങൾക്ക് അത് തോന്നുന്നതാണ്. എന്നെപ്പോലെ എനിക്ക് പലതും തോന്നുന്നത് പോലെ നിങ്ങൾക്കും അത് തോന്നിയതാണ്. ഇത് അവസാനം വരെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ, പാതിക്ക് വെച്ച് നിർത്തുന്നവർക്കല്ല, അവസാനം വരെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിച്ചതായിട്ട് തോന്നിയത് സാങ്കല്പികം മാത്രമാണ്. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഉപദേശിച്ചാൽ ഞാൻ നന്നായിക്കോളാം. തുടക്കമായതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇതുപോലുള്ള നല്ല നല്ല പടങ്ങൾ, ഞാൻ വരയ്ക്കുന്ന നല്ല പടങ്ങൾ കാണാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.